വിഭാഗം. യഹൂദികൾ 72 വിഭാഗമായി തിരിഞ്ഞു. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാക്കാണ്. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായിട്ട് അവർ തിരിയും. കുറേ വിഭാഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ കക്ഷികളുണ്ട്, കുറേ വിഭാഗങ്ങളുണ്ട്. അതിലേതാണ് ശരി, ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീമിൽ നമ്മൾ എത്തിക്കുന്ന ടീം, അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്? എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാവരും നരകത്തിലാണ് ഇല്ലാ വാഹിദ, ഒരു വിഭാഗം ഒഴിച്ച്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സമൂഹം മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി പിരിയും. ആ 73-ൽ 72 നരകത്തിലാണ്, 1 സ്വർഗത്തിലാണ്. ആ ഒന്നേതാ? സ്വർഗത്തിലേക്ക് പോകുന്ന ഒന്നേതാ? ആ സിറാത്തുൽ മുസ്തഖീമിലുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തുൽ മുസ്തഖീമിലാണ്. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിലുള്ളവരാണ് സ്വർഗത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു നിലപാടിലാണോ ആ നിലപാട് നിലകൊള്ളുന്നവരാണ് ആ ഒരു വിഭാഗം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായാലും സിറാത്തുൽ മുസ്തഖീമിലാണ്. അതിൻ്റെ കൂടെ റസൂൽ ആരും കൂടി ചേർത്തു? സഹാബാക്കളെയും കൂടി ചേർത്തു, അല്ലേ? ഖുർആൻ അല്ലാഹു പറയാണ് റസൂലെ താങ്കൾ സിറാത്തുൽ മുസ്തഖീമിലാണ്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗ്ഗത്തിലാണ്, അഥവാ സഹാബാക്കളെയും റസൂൽ എന്ത് ചെയ്തു? സിറാത്തുൽ മുസ്തഖീമിലേക്ക് ചേർത്തു. ഇനി നമ്മൾ ആ മാർഗ്ഗത്തിൽ എത്താൻ എതിരെ പോകണം? സഹാബാക്കളുടെ മാത്രം എത്താൻ കഴിയും. അതോടെ മനസ്സിലാക്കേണ്ടത്. അപ്പം വിജയിക്കാനുള്ള മാർഗ്ഗം ഏതാണ്? സൂറത്ത് യാസീൻ അള്ളാഹു പ്രഖ്യാപിച്ചതുപോലെ സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്താനുള്ള മാർഗ്ഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഹാബാക്കളെ പഠിപ്പിച്ചു. ആരാണ്? എൻ്റെ സഹാബാക്കളാണ്. മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീമിൽ എത്താൻ നാം സ്വീകരിക്കേണ്ടത് ആരാണ്? സഹാബാക്കളെ. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മുടെ ദീൻ നമുക്ക് ഈ കിട്ടിയ ആരിലൂടെയാണ്? സഹാബാക്കളിലൂടെയാണ്. അപ്പോൾ ആ സഹാബാക്കളോട് സഞ്ചരിക്കുന്ന ഒരാളാണ് ആര്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവർ മാത്രമേ വിജയിക്കൂ. കാരണം അവർ സഹാബത്തിലൂടെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എത്തുന്നവരാണ്. ഇനി നമ്മുടെ ദീൻ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്ന ദീന് ഓരോ വിഷയം എടുത്താലും, നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ടത് അമലുകളിൽ നിസ്കാരമാണല്ലോ. നിസ്കാരം എടുത്തു, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടി നിസ്കാരം ആരംഭിച്ചു. ആ നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ആ നിസ്കാരം എങ്ങനെ ആയിരിക്കണം? റസൂലും സഹാബാക്കളും കാണിച്ചു തന്നവരായിരിക്കണം. നമ്മൾ നോക്കാം, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ എൻ്റെ നിസ്കാരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ വിഷയത്തിലേക്ക് എത്തുമ്പോഴും ഓരോ റുക്കുനുകൾ, അല്ലേ? റുക്കുകൾ, സുജൂദ്, ഇഅ്തിദാല്, ജുലൂസ്, അതിൻ്റെ തശഹുദ്, അങ്ങനെ ഓരോ പ്രവർത്തനത്തിലെത്തുമ്പോഴും എൻ്റെ ഇത് ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, അഥവാ അത് റസൂലിലേക്കും സഹാബാക്കളിലേക്കും എത്തിക്കാൻ കഴിയണം. നിസ്കാരം ഒന്നാമത്തേത്. രണ്ടാമത്തേത് നോമ്പ്, സക്കാത്ത്, ഇതൊക്കെയാണ് അമലുകൾ. ഇനി ഇവരൊന്നും കാണിച്ചല്ലാത്ത കുറച്ച് അമലുകൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തത് വെച്ചിട്ട് ചെയ്താൽ എത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മളൊരു ദീനായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ കാര്യത്തിൻ്റെ പിറകിൽ അത് സഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിൻ്റെയോ ഖുർആൻ്റെയോ അടിസ്ഥാനത്തിൽ സഹാബാക്കൾ ഇത് ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കൽ സിറാത്തുൽ മുസ്തഖീം ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിൻ്റെ നിർബന്ധ ബാധ്യതയാണ്.